കേരള സർക്കാർ ഫുട്ബോൾ ഫൈനലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. സത്യത്തില് ഈ തീരുമാനം വളരെയധികം ആശങ്കപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം കളി കാണാൻ ഇഷ്ടമാണ്, നമ്മളെല്ലാവരെയും തന്നെ സുഖിപ്പിക്കുന്ന തീരുമാനമാണ്. പക്ഷെ ഇതിന്റെ ഒരു അനന്തരഫലം എന്താണെന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ആഘോഷങ്ങളാണ് ഏറ്റവും വലുത്. ഈ ഫുട്ബോൾ കളി, മാമാങ്കം, പെരുന്നാള്, പള്ളി പെരുന്നാള്, അമ്പലത്തിലെ ഉത്സവം, പേരുവിളി, ശ്രാദ്ധം, അടിയന്തരം, കല്യാണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പഠനം എന്ന സന്ദേശമല്ലേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, സ്പെയിനും അർജന്റീനയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളിലും ഒരു അവധിയും പ്രഖ്യാപിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്കും പബ്ലിക് സെക്ടറിലും ഒരു മേഖലയിലും ഈ രണ്ട് രാജ്യങ്ങളും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ കളിക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ ഇല്ലാത്ത അവധിയാണ് നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങൾ ഇതുപോലെ മുന്നോട്ടേക്ക് ഇത്തരം കാര്യങ്ങളിൽ കുതിച്ചുകൊണ്ട് പോകുന്നത്? നമ്മൾ എന്താണ് അവിടെ എത്താത്തത്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഫുട്ബോൾ കളി കാണുകയും എന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ആ രീതിയിലുള്ള ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിന് മാത്രമാണ് സ്വന്തം രാജ്യത്തെ പല പല ലക്ഷ്യങ്ങളിലേക്കും എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടും ചെയ്യാൻ സാധിക്കണം. ഇത് രണ്ടും ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിന് ഒരു വിഷൻ വേണം. 2035, 2040, 2045, 2050 കേരളം എവിടെ എത്തണം എന്ന ഒരു വിഷൻ നമ്മുടെ സമൂഹവുമായിട്ട് ഇതുവരെ ഏതെങ്കിലും ഭരണകർത്താക്കൾ പങ്കുവച്ചിട്ടുണ്ടോ? ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിഷണറി ആയിട്ടുള്ള ഭരണകർത്താക്കൾ നമുക്ക് ഇല്ലാത്തതിന്റെ ഫലമാണ് ഇത്തരത്തിലുള്ള അത്യാവശ്യമില്ലാത്ത ഒരു അവധിയൊക്കെ പ്രഖ്യാപിക്കുന്നത് എന്ന് മാത്രമാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഒളിമ്പിക് മെഡൽ നേടിയതിന്റെ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് പരിശീലന ഗ്രൗണ്ടിൽ ചെല്ലുന്ന ഉസൈൻ ബോൾട്ടിന്റെ കഥ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. 7 വർഷങ്ങൾക്കിടയിൽ ഒരൊറ്റ ദിവസവും പോലും അവധിയെടുക്കാതെ തുടർച്ചയായിട്ട് പരിശീലനം നടത്തിയ മൈക്കിൾ ഫെലിപ്സിന്റെ ജീവിതം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അവരെ പോലെ ആകാൻ നമ്മൾ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നു, നമ്മൾ ക്ലാസ്സുകളിൽ ചെന്ന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ഫുട്ബോൾ മേള വരുമ്പോൾ, മാമാങ്കം വരുമ്പോൾ, ഫുട്ബോൾ കളിയുടെ പിറ്റേ ദിവസം അവധിയെടുക്കാൻ നമ്മൾ കുട്ടികളോട് ആവശ്യപ്പെടുന്നു. രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്ന ഒരു സമൂഹത്തിന് മാത്രമേ മുന്നോട്ടേക്ക് കുതിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകമഹായുദ്ധത്തില് ജപ്പാൻ എങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടും അവരെ ഉയർത്തിക്കൊണ്ട് വന്നത് അവരുടെ ഉത്തരവാദിത്ത ബോധവും അച്ചടക്കവും അതെല്ലാം കൃത്യമായിട്ട് നയിക്കുവാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടായതുകൊണ്ടാണ്. എല്ലാ കളികളും കാണണം, ആഘോഷങ്ങളിൽ പങ്കെടുക്കണം, എല്ലാം വേണം. ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ നമ്മുടെ നാടിനെ ഒരിക്കലും മുന്നോട്ടേക്ക് നയിക്കുകയില്ല. അത് ബോധ്യപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയിലാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. വിദ്യാർത്ഥികളുടെയും ചിന്തകളെ നമ്മൾ അങ്ങനെയാണ് ആക്കേണ്ടത്. ഇങ്ങനെ അവധി കൊടുക്കുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സാണ് മാറിപ്പോകുന്നത്. അവർ ചിന്തിക്കാൻ തുടങ്ങും, എന്താണ് എന്റെ ലക്ഷ്യം എന്നല്ല ചിന്തിക്കുന്നത്, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ ആഘോഷിക്കാം എന്ന് മാത്രമായിട്ട് ചിന്ത മാറും. ആഘോഷവും ഉത്തരവാദിത്ത ബോധവും പാരലായിട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ത്യാഗം സഹിക്കണം, കഷ്ടപ്പെടണം. ഇതൊക്കെ പ്രസംഗത്തിൽ മാത്രമല്ല, രാഷ്ട്രീയക്കാരും മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഒരു സമൂഹം മുഴുവനും വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട സന്ദേശം. അത് പ്രാവർത്തികമാക്കുന്ന അവസരങ്ങൾ വരുമ്പോൾ ധൈര്യം കാണിക്കണം അത് ചെയ്യുവാനായിട്ട്. മുൻ മന്ത്രി പറയുന്നു വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കണം. അവധി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇഷ്ടക്കുറവ് നേടേണ്ടി വരും എന്ന ചിന്താഗതികൾ കൊണ്ടാണ് അവധി കൊടുക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിന് എന്തുമാത്രം ഗുണകരമാകും, അല്ലെങ്കിൽ ഇത് എത്രമാത്രം തിരിച്ചടിയാണ് മനുഷ്യന്റെ ചിന്താഗതികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ എന്നാണ് ചിന്തിക്കുക?